ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ്. ഈ ചാക്കും വേസ്റ്റും കണ്ടിട്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നുണ്ടാവും, ഇത് ഗോൾഡ് ഫാക്ടറിയിലെ വേസ്റ്റാണ്. ഈ വേസ്റ്റിൽ നിന്ന് എങ്ങനെ നമ്മൾ ഗോൾഡ് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതുപോലെ ഇത് വേസ്റ്റ് മണ്ണാണ്, ഇത് ആദ്യം ഉണക്കിയെടുക്കുകയാണ്. അതേമാതിരി ഇത് ഡ്രമ്മ് വെള്ളത്തിൻ്റെ വേസ്റ്റാണ്. ഈ വേസ്റ്റൊക്കെ തരിച്ച് ക്ലീൻ ആക്കിയിട്ട് അതിലുള്ള വേസ്റ്റ് ഇരുമ്പുകളൊക്കെ ഒഴിവാക്കുന്നത് ക്ലീൻ പൗഡറാണ്. ഈ പൗഡർ ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഇടിച്ച സാധനങ്ങളൊക്കെ ഫുള്ള് തരിക്കണം. അതേമാതിരി തരിച്ച് ക്ലീനാക്കി അത് ഫുള്ള് വീണ്ടും നമ്മളെടുത്ത് കുഴയ്ക്കുക. തരിച്ച സാധനം കുഴച്ച് ഇത് മെഷീനിലാണ് നമ്മൾ അരിക്കുന്നത്. മെഷീനിൽ അരിക്കുമ്പോൾ അത് അതേമാതിരി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഗോൾഡ് ഇങ്ങനെ വരും. ഗോൾഡിൻ്റെ ചെറിയ പിസറായിട്ട് ഇങ്ങനെ ഇടിച്ചതുകൊണ്ട് ചിക്കൻ നൈസ് പിസറായിട്ടുണ്ടാവും. അപ്പോൾ ആ പിസറൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സൈഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ടില്ലേ, അതിലിങ്ങനെ വരി വെച്ച് വരുന്നുണ്ടല്ലേ, ഇതാണ് ഗോൾഡ് ആയിട്ട് വരുന്നത്. ഇനി ഇതൊക്കെ റിക്കവർ ചെയ്തെടുക്കണം നമുക്ക്. ഇതൊക്കെ ഫുള്ള് ക്ലീൻ ആക്കുകയാണ്. അതിലുള്ള പൊന്നിൻ്റെ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് അടിച്ച് ക്ലീനാക്കി എടുക്കുകയാണ്. പിന്നെ അതേമാതിരി എടുത്ത വേസ്റ്റ് ആണ് ഫുള്ള് നമ്മൾ ആസിറ്റ് ചെയ്യണത്. ആസിറ്റിലിട്ടു, ആസിറ്റ് ചെയ്ത് ഫുള്ള് അതിൻ്റെ ഉള്ളിൽ അടച്ച് അതിന് ഫുള്ള് വെള്ളമാക്കി. ആ വെള്ളത്തിൽ വീണ്ടും ഒരു ക്ലീൻ പൗഡർ ഇട്ടു. പിന്നെ ഇത് വീണ്ടും ക്ലീൻ ആക്കാൻ പോവുകയാണ് വേറൊരു മെഷീനിലിട്ടിട്ട്. അത് ആ വെള്ളം ക്ലീനായി. ആ വെള്ളമൊക്കെ വേറെ പുറത്ത് വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ അതിലുള്ള വേസ്റ്റാണ്. ഇതിലാണ് നമുക്ക് ഗോൾഡ് ഉണ്ടാവുക. ഇതിലാണ് നമ്മൾ ഗോൾഡ് വരുന്നത്. ഈ ഗോൾഡ് ഈ വേറൊരു കെമിക്കൽ ചേർത്ത് കഴിഞ്ഞാൽ ബ്രൗൺ ആയിട്ട് കാണുന്നുണ്ടല്ലേ, ഇതിലാണ് ഗോൾഡ് വരുന്നത്. ഇത് ഊറ്റിയെടുക്കുകയാണ്. കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ ഊറ്റിയെടുത്തത്. ഊറ്റിയെടുക്കുമ്പോൾ അടിയിൽ വരുന്നത് ആ കറുപ്പ് ചായപ്പൊടി ചണ്ടിയുമാതിരി കാണുന്നതാണ് ഗോൾഡ്, തങ്കം. പിന്നെ അത് വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും ചെയ്യും, 2 പ്രാവശ്യമായിട്ട് ഇത് ചെയ്യും. അപ്പോൾ മാക്സിമം ഗോൾഡ് നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആദ്യം ചെയ്ത അതേ വർക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും. എന്തായാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഈ ഗോൾഡ് നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ അപ്പോഴും അതേമാതിരി തന്നെ വീണ്ടും ചെയ്യണം. ഒക്കെ അതേപോലെ ക്ലീനാക്കി വെള്ളമാക്കി അടിയിൽ വീണ്ടും വന്നു പൊടിയൊക്കെ ഒരുമിച്ചാക്കി ഫുള്ളായിട്ടുള്ള അതിലുള്ള ഗോൾഡ് നമുക്ക് കിട്ടി. ഫുൾ ഗോൾഡ് കിട്ടി. പിന്നെ അത് വീണ്ടും അത് അമർത്തി അതിനുള്ള ഇതൊക്കെ ചെളികളൊക്കെ ഒഴിവാക്കി വീണ്ടും ഉണക്കി കഴിഞ്ഞ് നമ്മൾ വീണ്ടും മൂശയ്ക്ക് മാറ്റുകയാണ്. മൂശയ്ക്ക് മാറ്റുകയാണ്. ചൂടാക്കിയ ശേഷമാണ് ഇതൊക്കെ മൂശയ്ക്ക് മാറ്റുക. ഫുള്ള് ഉരുക്കി നമുക്ക് ഇതിനുള്ളിൽ കിട്ടിയത് കാണാം. ഇതാണ് നമ്മുടെ തങ്കം, പ്യൂർ തങ്കം, 100% തങ്കമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് 24 ക്യാരറ്റ് തങ്കം. അപ്പോൾ എല്ലാവർക്കും ബൈ.